ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഓഡിയോഗ്രഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിംഗിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ സെക്കൻഡ് റാങ്കോടെ പാസ്സായി ഇന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗണ്ട് ഡിസൈനിങ് ആൻഡ് സൗണ്ട് റെക്കോർഡിങ്ങിൽ PG ഡിപ്ലോമ ചെയ്യുന്ന ധനുഷ് ഹായ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വിശേഷമായിട്ട് എനിക്ക് ഒരു പുതിയൊരു എക്സ്പോഷറായിട്ടാണ് തോന്നിയത്. ഇവിടുത്തെ കേരളത്തിനേക്കാളും ഒത്തിരി വ്യത്യാസമാണ് പൂനെ. അപ്പോൾ അവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ എന്തോരം എക്സ്പോഷർ എനിക്ക് കിട്ടിയത് എനിക്ക് പറഞ്ഞാൽ കൂടുതൽ എനിക്ക് ഇങ്ങനെ പറയണമെന്ന് കൺവേ അറിയത്തില്ല. സോ ഇവിടെ കിട്ടിയ ഒരു അറിവ് കാരണം കുറേയൊക്കെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. കുട്ടികളുടെ ഇടയിൽ തന്നെ കുറേ പരിഗണന കിട്ടി. കാരണം SSCസിൽ ഞാൻ സൗണ്ട് മുമ്പേ ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് അവിടെ ഒത്തിരിയേറെ ഗുണം ചെയ്തു. ഒരു പുതിയൊരു ലൈഫ് തന്നെയായിരുന്നു എനിക്കവിടെ. എനിക്ക് തോന്നുന്നു സിനിമ പഠിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും വലിയൊരു ആഗ്രഹമായിരിക്കും ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളത്. എങ്ങനെയായിരുന്നു അവിടേക്കുള്ള ഒരു യാത്ര? അവിടേക്കുള്ളൊരു യാത്ര എന്ന് ഉദ്ദേശിച്ചാൽ എനിക്ക് ഇവിടെ വന്നപ്പോഴോ SSCസിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ പഠിച്ചപ്പോഴോ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി. അപ്പോൾ തേർഡ് ഇയർ ഒക്കെ ആയപ്പോൾ സാറ് SRFT ആയിരുന്നു ഞങ്ങളുടെ HOD. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇങ്ങനെ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ എല്ലാവരും പറയുണ്ടായി എല്ലാവർക്കും എക്സാം എഴുതാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് സിലബസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസിനൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ആ എക്സ്പീരിയൻസസ് വെച്ചും ഞാൻ സ്വന്തമായിട്ട് കുറച്ച് ട്രൈ ഒക്കെ ചെയ്തായിരുന്നു. GK ഒക്കെ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ വെറുതെ ഒരു ട്രൈ നോക്കിയത്. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കയറാൻ പറ്റി. ആ ഒരു പ്രൊസീജിയർ ഒന്ന് നമുക്കിപ്പോൾ കാണുന്ന പലർക്കും ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയാണ് ഒരു പ്രൊസീജിയർ എന്നറിയാനായിട്ട്, അതൊന്ന് പറയാമോ? അപ്പോൾ പ്രൊസീജിയറായിട്ട് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് ഉള്ളത് റിട്ടൺ എക്സാമാണ്. റിട്ടൺ എക്സാമിൽ വരുന്നത് ഒരു OMRഉം അതുപോലെ തന്നെ ഞങ്ങൾ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസും വരാം. സോ അത് ക്ലിയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു essay പേപ്പറാണ്. അപ്പോൾ ജനറൽ നോളജാണ് എല്ലാവർക്കും കിട്ടാൻ പാടുള്ളതായിട്ട് ജനറൽ നോളജാണ് ഉള്ളത്. അപ്പോൾ അത് മാക്സിമം വായനയിലൂടെ പത്രവായനയിലൂടെയും അല്ലാണ്ട് പുസ്തകങ്ങളിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൗണ്ട് ബേസ് ചെയ്തു. ഇപ്പം സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ ക്യാമറ ബേസ് ചെയ്തു. അപ്പോൾ എനിക്ക് സൗണ്ട് ബേസ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെനിക്ക് നല്ല മാർക്ക് കിട്ടിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എല്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു ചോദിച്ചത്. അപ്പോൾ അത് ക്ലിയറായി. ഇത് രണ്ടും ക്ലിയർ ചെയ്താൽ മാത്രമേ essay പേപ്പർ അവർ നോക്കുകയുള്ളൂ. essay സെപ്പറേറ്റ് ആണ്. അത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ തരുന്നൊരു പേപ്പറാണ്. essay പേപ്പറിൽ അവർ ബേസിക്കായിട്ട് നോക്കുന്നത് നമ്മൾ എത്രത്തോളം സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഇതിനോടൊരു ആകാംക്ഷയുണ്ടെന്ന് അവർ ചോദിക്കും. ഇപ്പോൾ സൗണ്ടിലൊക്കെ ആണെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് സൗണ്ട് സ്കേപ്പ് ഒക്കെ എഴുതാൻ ചോദിക്കും. പിന്നെ നമ്മൾ ഉറക്കം എണീറ്റ് ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താ, അപ്പോൾ അതിനെപ്പറ്റിയായിരിക്കും ബേസിക്കായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ പേപ്പറും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്കിനകത്ത് റിസൾട്ട് വരും, പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൽ ബേസിക്കലി നല്ലൊരു എലിമിനേഷൻ പ്രോസസ് തന്നെയാണ്. അപ്പോൾ അവരത്രയും പേപ്പറെല്ലാം അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ടോപ്പ് ഒരു 20 to 30 സ്റ്റുഡൻസിനെ അവരെടുക്കും. അവരത്രയും ഓറിയൻറ്റേഷൻ കൊടുക്കും. ഓറിയൻറ്റേഷൻ വന്നിട്ട് 2 വീക്സ് പ്രോഗ്രാമാണ്. ഏകദേശം അത് മാക്സിമം 1 വീക്കിനുള്ളിൽ കവറാവും. അപ്പോൾ ആ ഓറിയൻറ്റേഷൻ വരുന്ന അത് വലിയ വലിയ ഫാക്കൽറ്റീസ് കാണും, മീൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ വരും, നമ്മളെ പഠിപ്പിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്. എന്നിട്ട് അവരെ തന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് നമുക്ക് എത്രത്തോളം ഇതിലൊക്കെ കാര്യങ്ങളിൽ എത്രത്തോളം അറിവുണ്ട് എന്നവർ ചെക്ക് ചെയ്യും. അവർ മാക്സിമം നോക്കും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഓൺലൈനായിട്ടാണ് നടത്തിയത്. അപ്പം ഞങ്ങളൊക്കെ കയറുന്നുണ്ടോ, എത്ര പേർക്ക് അറ്റൻഡൻസ് ഉണ്ട്, അതെല്ലാം അവർ ഓറിയൻറ്റേഷനിൽ കൂടെ നന്നായി ചെക്ക് ചെയ്യും. ഓറിയൻറ്റേഷൻ കൂടെ കഴിഞ്ഞ് അവർ ഓരോ അതിനകത്ത് തന്നെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മാർക്ക് ഇടും. അപ്പോൾ ഈ മാർക്കെല്ലാം കൗണ്ട് ചെയ്ത് ഇൻ്റർവ്യൂ ആയിരിക്കും അടുത്ത സ്റ്റേജ്. ഓറിയൻറ്റേഷൻ എല്ലാവരും ഇൻ്റർവ്യൂ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ വന്നിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വന്നത് ഒരു 3 പാനൽ ബോർഡ് മെമ്പേഴ്സ് 3 പേരുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു സൗണ്ട് ഡിസൈനറോ അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ അവർ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ എനിക്കൊരു 40 മിനിറ്റ്സ് പ്രൊസീജിയർ ആയിരുന്നു ഇൻ്റർവ്യൂ. അത്രയും ലോങ് ആയിരുന്നു. എൻ്റെ അത് ഇച്ചിരി രസമായിരുന്നു. ഇൻ്റർവ്യൂ നല്ല രസമുള്ള പ്രോസസ് ആയിരുന്നു. അവർ കുറേ ടാസ്കുകൾ കാര്യങ്ങൾ എനിക്ക് തന്നു. എന്നിട്ട് അതിനിടയിൽ കൂടെ തന്നെ അവർ ഫോൺ റിങ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവർ എന്നോട് ചോദിച്ചു ഫോണിലെ റിംഗ് ടോൺ ഏതായിരുന്നു. കോൺസെൻട്രേഷൻ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തോണോ ഇല്ലയോ എന്ന് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെന്നെ ചോദിച്ചു. പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു അടി ഉണ്ടായി. ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ശബ്ദം കേട്ടു. അപ്പോൾ ഈ ശബ്ദത്തിന് പറ്റിയ മ്യൂസിക് ടോൺ നിങ്ങൾ എന്ത് കൊടുക്കും, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ എവിടെ നിന്നാണ് വന്നത്, ട്രിവാൻഡ്രത്ത് നിന്നാണോ, ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രം കേട്ട് വരുന്ന ശബ്ദങ്ങൾ എന്തൊക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ അവരല്പം കൂടെ എൻ്റെ അടുത്ത് ഇന്ററാക്റ്റീവ് ആയിരുന്നു. ഏത് സിനിമയാണ് കാണുന്നത്, ഏതൊക്കെ സിനിമകളാണ് ഇഷ്ടം, അതിലെ സൗണ്ട് ഡിസൈനറുടെ പേരെന്ത്. അപ്പൊ അതിനൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് ഈ സൗണ്ട് ഡിസൈനർ ഒന്നും ഞാൻ ഇതുവരെയും ആരെയും പേരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു റസൂൽ പൂക്കുറ്റി അല്ലാതെ വേറെ ആരും ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ല.
അപ്പോൾ അങ്ങനെ അതൊരു ഇതായിരുന്നു. അപ്പോൾ ഇന്റർവ്യൂവും അത്യാവശ്യം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി എനിക്ക്, കാരണം അവരും ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ശരിക്കും ധനുഷ് ഇന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്നു, പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തി നിൽക്കുന്നെങ്കിൽ അതിനകത്ത് ഒരു STCCയുടെ ഭാഗമുണ്ട്. എത്രത്തോളം STCC സഹായിച്ചിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ? ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പേപ്പറിൽ തന്നെയാണ്. ഫസ്റ്റ് പേപ്പറിൽ എനിക്ക് ഇപ്പോൾ സൗണ്ടിന് ഇപ്പോൾ 30ൽ എനിക്ക് 25+ മാർക്ക് ഉണ്ട്. അപ്പോൾ അതിന് എല്ലാം കിട്ടിയത് STCC. ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല, കാരണം GK പോലും എനിക്ക് മാർക്ക് കുറവായിരുന്നു. പക്ഷെ സൗണ്ടിൽ വന്ന MCQ എല്ലാം പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടി. കാരണം ഇവിടെ സാറും എല്ലാ ഫാക്കൽറ്റീസും പഠിപ്പിച്ച് സിമ്പിൾ ബേസിക് തിങ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എസ് ഐ പേപ്പറിലും തിയറി ബേസ്ഡ് സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അത് അങ്ങനെ ഇന്റർവ്യൂവിലും എല്ലാം. ഇപ്പോൾ സൗണ്ട്സ്കേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം എങ്ങനെ ലെയർ ചെയ്യണം, എന്തൊക്കെയാണ് സൗണ്ട്സ്കേപ്പിൽ വരുന്നത്, അതെല്ലാം ഞങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക്കലി എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് അത്ര വലിയ ടഫായിട്ട് തോന്നിയിട്ടില്ല, കാരണം ഞങ്ങൾ ഇത്രയും പഠിച്ചത് കൊണ്ടാവാം. പക്ഷെ കാരണം അവിടെ വരുന്ന പിള്ളേരൊക്കെ 3-4 അറ്റംപ്റ്റ് കഴിഞ്ഞ് വന്നവരാണ് ഇഷ്ടം പോലെ. അതും പ്രത്യേകിച്ച് സൗണ്ടിലൊക്കെ കിട്ടാൻ ഇച്ചിരി ടഫാണ്. പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ SJCC പഠിച്ചത് കൊണ്ട് ആ ഒരു അറിവ് ഉള്ളതുകൊണ്ട് ഞാൻ പോലും അറിയാതെ തന്നെ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ SJCC എന്താണെങ്കിലും ധനുഷിൻ്റെ ലൈഫിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ധനുഷ്, നമുക്ക് ഇനിയും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കടന്നു ചെല്ലാം. എങ്ങനെയുണ്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ജീവിതം? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാനും ഇവിടെ നിന്ന് പഠിച്ച ജയസൂര്യ, ഞങ്ങൾ രണ്ടും അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ പറ്റി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 21 വയസ്സുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറുപ്പമോ ക്ലാസ്സിൽ ഏറ്റവും ചെറുപ്പവും ഞങ്ങൾ രണ്ടുപേരാണ്. അപ്പോൾ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കാരണം അവിടെ മിനിമം ഒരാൾക്ക് 25-26 വയസ്സുണ്ട്. അപ്പോൾ അവരുടെ ചിന്താഗതി വേറെയാണ്, ഞങ്ങളുടെ ചിന്താഗതി വേറെ. അപ്പോൾ ആദ്യം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആവാൻ നോക്കിയപ്പോൾ ഇച്ചിരി ടഫായിരുന്നു, കാരണം എപ്പോൾ നോക്കിയാലും സിനിമയെ പറ്റിയുള്ള സംസാരം. എല്ലാവരും അത്രത്തോളം പാഷനേറ്റ് ആണ്. എന്നും വൈകിട്ട് ഒരുമിച്ച് ആൾക്കാരെല്ലാം കൂടെ ചുറ്റിയിരുന്ന് സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യും. വേറെ ഒരു സംസാരമേ ഇല്ല. ആൾക്കാർ ഫുഡ് കഴിക്കുമ്പോഴായിരുന്നു ഇന്ന് എന്തോ ചെയ്തു, ഇന്നയാളുടെ സിനിമ കണ്ടു, അത് ഡയറക്ഷൻ എങ്ങനെയായിരുന്നു, സൗണ്ട് എങ്ങനെ ചെയ്തു, എഡിറ്റിംഗ് എങ്ങനെ ചെയ്തു, അപ്പോൾ ഫുൾ ആ ഒരു എൻവയോൺമെൻറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ട് ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്ത് വന്നപ്പോൾ എനിക്ക് ആകെ ഒരു പുതിയ ലോകം പോലെ തോന്നിയത്. കാരണം അവിടെ സിനിമ മാത്രമേ ഉള്ളൂ, പ്രോപ്പർ ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് കിട്ടുന്ന എക്യുപ്മെൻറ്റ്സ് ആയിരുന്നാലും നമുക്ക് ആദ്യം അനലോഗിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത് ഫൗണ്ടേഷൻ കോഴ്സ്. അത് കണ്ടു പഠിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഡിജിറ്റലിൽ ഇത്രത്തോളം സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഡിജിറ്റലിൻ്റെ വില അറിഞ്ഞത് ഞങ്ങൾ അനലോഗ് ഉപയോഗിച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ഫൗണ്ടേഷൻ കോഴ്സിൽ ഞങ്ങൾ എല്ലാം പഠിക്കണം, ആർട്ട് ഡയറക്ഷൻ, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, സൗണ്ട്, എല്ലാ സ്റ്റുഡൻസും എല്ലാം പഠിക്കണം. കാരണം എന്നാൽ മാത്രമേ ഞങ്ങൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് മസ്റ്റായിട്ട് വേണം. അപ്പോൾ അത് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന്. ഓക്കെ, അപ്പോൾ ഒരു പഠിത്തം അതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഈ ഒരു വർക്കിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്കിൽ ഈ ഒരു പ്രൊഫഷണലിസം എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്? അത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ഞങ്ങളുടെ കണ്ടിന്യൂറ്റി ഫിലിമിൻ്റെ കൂടെയാണ്. കാരണം ഞങ്ങളെല്ലാം ഒരു കണ്ടിന്യൂറ്റി ഫിലിം ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കണ്ടിന്യൂറ്റി ഫിലിമിൽ എനിക്കിതുവരെ ഞാൻ ഡയറക്ഷൻ ലൈഫിൽ ചെയ്തിട്ടില്ലാത്തൊരു സംഭവം. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ പ്രൊഫഷണലി ഇത്ര ഒരു സ്റ്റോറി ബോർഡ്, സ്ക്രിപ്റ്റ്, ഡയലോഗ് ഇതൊക്കെ പ്രോപ്പറായിട്ട് എഴുതി എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അപ്പോൾ ഇവിടെ കോളേജിൽ എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി മാത്രം സഹായിച്ചു. പക്ഷെ അവിടുത്തെ ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ചതോടെ പല ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അവർക്കൊരു പ്രോപ്പർ ഓർഡർ കൊടുക്കാൻ എനിക്ക് അവിടെ സാധിച്ചു. അതിലൂടെ ഒരു ടീം മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വഴി എനിക്കൊരു നല്ലൊരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. ഇപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ അവിടെ ചെയ്തിട്ടുള്ള ബെസ്റ്റ് 5-6 ഫിലിമുകളിൽ ജയസൂര്യയുടേതും എൻ്റെതും അത്യാവശ്യം സാറ് പേര് പറഞ്ഞു. പക്ഷെ നല്ലൊരു വർക്കായിരുന്നു. ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അല്ലേ? അതാ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് വർക്ക് ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷണൽ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയെ കൂടുതൽ സീരിയസ് ആയിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രത്തോളം ഈ ഒരു സൗണ്ട് ഡിസൈനിങ് അവിടെ പഠിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് മാറിയോ? കാരണം ഇപ്പം ധനുഷ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം സൗണ്ട് ഡിസൈനിങ് അല്ല, എനിക്ക് മറ്റൊരു ഫീൽഡാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയോ? എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടായി. ഞാനവിടെ സൗണ്ട് ആണ് പഠിക്കാൻ ചെന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാ ഫീൽഡുമായിട്ട് ഈക്വൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അവരവരെ ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചിലരിൽ ഞാൻ സൗണ്ട് ചെയ്യണം, പക്ഷെ ചിലരിൽ ഞങ്ങൾ ആർട്ട് ചെയ്യണം, ചിലർ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കും. അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആക്ടിങ്ങിനോട് ഒരല്പം ഇഷ്ടം തോന്നി. അങ്ങനെ 2-3 ഫിലിംസ് ചെയ്തു. ആദ്യം
ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നല്ല കമന്റ്സ് കിട്ടിയില്ലെങ്കിൽ പോലും 4-5 ചെയ്തു വന്നപ്പോൾ ആൾക്കാർ തന്നെ പറഞ്ഞു തുടങ്ങി, ആ നിനക്ക് എന്തോ ഒരു കഴിവുണ്ട്, നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നതോടെ എൻ്റെ ഉള്ളിലും തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈക്വലായിട്ട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. നമുക്ക് എന്തുവേണോ ട്രൈ ചെയ്യാം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് കഴിഞ്ഞാൽ ഫുൾ ഫ്രീ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ആക്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോകാം, എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോകാം, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യും, കുട്ടികളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഫുൾ എൻവയോൺമെന്റ് എല്ലാവരും ആ സറൗണ്ടിങ്ങിൽ തന്നെ ഉണ്ട്, കുട്ടികളെല്ലാം സറൗണ്ടിങ് തന്നെ ഉണ്ട്. അവർക്ക് എപ്പോൾ വേണോ നമുക്ക് അവരുടെ അടുത്ത് ചെല്ലാം. ഫാക്കൽറ്റീസും എപ്പോഴും ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആക്ടിനോട് ചെറിയ ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ തിയേറ്ററും കാര്യങ്ങളൊക്കെ അവിടെ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ചോദിക്കാൻ പോകുന്നൊരു ചെറിയ സീക്രട്ട് ആണ്, അതായത് ധനുഷിന്റെ മാത്രം സീക്രട്ട്. ധനുഷ് പറഞ്ഞു ഇത്ര എളുപ്പമല്ല ഈ ഒരു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് ക്ലിയർ ചെയ്യുക, ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അത് ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ കോളേജിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ധനുഷിന് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ടിപ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ, കാരണം ഇതിൽ പഠിത്തം മാത്രമല്ല, കുത്തിയിരുന്ന് ഞങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന പറഞ്ഞ് കിട്ടണമെന്നില്ല. ലക്ക് നല്ലപോലെ പ്ലേ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ലക്ക് നല്ലപോലെ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ചില വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരിക്കാം, ചില വർഷത്തെ പാടായിരിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്ത് ചെയ്യാം, GK നല്ല സ്ട്രോങ് ആക്കാൻ നോക്കാം. പിന്നെ അവരവരെ ഫീൽഡ് SGCസിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ടെക്നിക്കൽ സൈഡ് എന്തായാലും ക്ലിയർ ആവും. അതെന്തായാലും എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര ബേസിക് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇവിടുത്തെ ഒരു ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിക്ക് പോലും ക്ലിയർ ചെയ്യാൻ പറ്റും ടെക്നിക്കൽ പേപ്പർ. GK പേപ്പറിൽ ഇച്ചിരി ടഫ് വരാം. അത് കുറച്ച് ന്യൂസ് പേപ്പർ വായിക്കാം, പിന്നെ കുറച്ച് ഫാക്ട്സും കാര്യങ്ങളും സ്പോർട്സിനെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് ജനറലായിട്ട് TV ഒക്കെ കാണാം, ന്യൂസ് ചാനലൊക്കെ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഡെയിലി കാണാം. പിന്നെ അല്ലാണ്ട് കുറച്ചൊക്കെ ഒന്ന് എഴുതി essay ഒക്കെ ലാസ്റ്റ് ഇയർ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, അത്യാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഈ കോളേജ് ധനുഷിനറിയാം, ധനുഷിനെ പോലെ സിനിമയിൽ ഒരുപാട് തിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ധനുഷിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, ഇപ്പോൾ ഇത്രയും ഒരുപാട് ആഗ്രഹിച്ച ഹൈറ്റ്സിൽ എത്തി നിൽക്കുകയാണ്, അപ്പോൾ ധനുഷിന് അവരോട് പറയാനുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ്? ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പോസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഞങ്ങളുടെ ക്യാമ്പസിൽ. ഇത്രയും വലിയ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അതിൽ കുറേ ഒരു 20-30% കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഇവിടുത്തെ റിസോഴ്സസ് ആക്സസ് ചെയ്യുക, ചുമ്മാ വേസ്റ്റ് ആക്കാണ്ട് കിട്ടുന്ന സമയം മൊത്തം അതിനു വേണ്ടി ട്രൈ ചെയ്യുക. കുട്ടികളുമായിട്ട് കൂടെ ചേർന്ന് വൈകിട്ട് സിനിമയെ പറ്റി സംസാരിക്കുക, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുക, എന്നിട്ട് സാർമാരെ കൊണ്ട് കാണിക്കുക, അവരെ കൊണ്ട് അനലൈസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു കൾച്ചർ തന്നെ ഇവിടെ പുതിയതായിട്ട് ഡെവലപ്പ് ആകും. കാരണം അങ്ങനെ ഒരു കൾച്ചറിൽ നിന്ന് വളർന്നു വന്ന പലരുമാണ് ഇപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചർ ഡെവലപ്പ് ആകുമ്പോൾ നമുക്കും 4 ആൾക്കാരുടെ ഫ്രണ്ടിൽ ഒരു സിനിമ അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, കേപ്പബിൾ ആവും. പിന്നെ ഇതുപോലെ സിനിമകൾ കാണുക ഇഷ്ടംപോലെ, ഡെയിലി 1 to 2 ഫിലിംസ്. മലയാളം മാത്രമല്ല, എല്ലാ ലാംഗ്വേജും, റഷ്യൻ, സ്പാനിഷ്, ഫ്രഞ്ച്, എല്ലാ ലാംഗ്വേജിലെ ഫിലിമുകളും കാണുക, കണ്ട് അതിൻ്റെ റിവ്യൂ വായിക്കുക, അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്പം കൂടെ നമുക്ക് ഇമ്പ്രൂവ് ആവും. അത് കാണുമ്പോൾ ഇൻ്റർവ്യൂ ആയിരുന്നാലും ഓറിയൻറ്റേഷൻ ആയിരുന്നാൽ പോലും അവർക്ക് തന്നെ മനസ്സിലാവും ഈ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി കുട്ടികൾ ഞങ്ങളുടെ അവിടെ കയറി, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്രാവശ്യം കയറി. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾക്ക് പിറകെ കഠിനാധ്വാനം ചെയ്ത് പോവുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് ധനുഷ്. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ധനുഷ് പലപ്പോഴും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്, എനിക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, അവിടെ ചേരണം എന്നുള്ള വലിയ ആഗ്രഹം. അത് ആഗ്രഹം കാണുക മാത്രമല്ല ധനുഷ് ചെയ്തത്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. ഇവിടെ കിട്ടിയ അവസരങ്ങളെ ധനുഷ് ഉപയോഗിച്ചു. അങ്ങനെ ഇന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധനുഷിന് SJCസിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.